ഇതിനകത്തിലെ പേരൻസ് ആ പോട്ടിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ കടിച്ച് പറിക്കുക. ഇങ്ങോട്ട് നോക്കിയേ, പാവം. ഞാൻ എടുത്തോണ്ട് നോക്കാൻ വന്ന ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പം കൈ എത്തുന്നില്ല അതിനകത്തോട്ട്. ഞാൻ ഈ ക്യാമറ ഒന്ന് വെച്ച് അത് എടുക്കാൻ നോക്കട്ടെ. പാവം ആ കൊച്ചു കുഞ്ഞിൻ്റെ കണ്ണിലാണ് മൊത്തം കടിച്ചേക്കുന്നത്. ഒരു കണ്ണ് കടിച്ചു, മറ്റേ കണ്ണ് ഫുള്ള് കടിച്ചിട്ടുണ്ട്. ഇനിയും കാണാൻ പറ്റുമോ എന്ന് നോക്കാം. മറ്റേ രണ്ടാമത്തെ കുഞ്ഞിന് വലിയ കുഴപ്പമൊന്നുമില്ല. അതിനെ നമുക്ക് വേറൊരു കേജിലിടാം. ഇതിനെ താഴെ കൊണ്ടുപോയി മരുന്നൊക്കെ വെച്ച് നോക്കാം രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുമോ എന്ന്. ഇതാണ് കുറച്ചൊരു പ്രായമായി കഴിയുന്ന ഉടനെ അതിൻ്റെ പേരൻസ് ഒന്നും കൂടെയും മുട്ടയിടാനൊക്കെ തുടങ്ങുമല്ലോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ കുത്തി ഓടിക്കാൻ നോക്കുന്നതാണ് പോട്ടിനകത്തുനിന്ന്. ഞാനതിനാണ് ഒരു പ്രായം ആകുമ്പോഴേ അതിനെയൊക്കെ എടുത്ത് മാറ്റുന്നത്. ഇടയ്ക്കൊന്ന് ഹാൻഡ് ഫീഡ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ, ഒരു സപ്പോർട്ട് ഫീഡ് കൊടുത്താൽ മതി. പക്ഷേ എന്നാലും ഇതിനെയൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കാം. ഇത് ഞാൻ താഴെ കൊണ്ടുവന്ന് സിപ്ലോക്സ് ഡി. എപ്പോഴും നമ്മൾ ഒരു പെറ്റിനെ വളർത്തുമ്പം എമർജൻസി ആയിട്ടുള്ള മെഡിസിൻസ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് നല്ലതാണ്. ഇത് ഞാൻ കഴിഞ്ഞ ഒരു ബേർഡിന് വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. അതെൻ്റെ കയ്യിൽ ഇരുന്നുകൊണ്ട് ഞാനത് ഒഴിച്ചു. ഇല്ലെങ്കിൽ ഇപ്പം പോയി വാങ്ങിക്കേണ്ട വന്നേനെ. സിപ്ലോക്സിൻ്റെ ഡി ആണ്. ഇത് ഒഴിച്ചു കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് വെള്ളം ഇട്ട് തുടയ്ക്കണം, അല്ലെങ്കിൽ അത് കണ്ണ് ഡ്രൈ ആയിട്ടിരിക്കും. ഒരു കണ്ണിന് കുഴപ്പമില്ലാന്ന് തോന്നുന്നു, പക്ഷേ മറ്റേ കണ്ണിന് ഇനിയും കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. പിന്നെ ചുമ്മാ ഒരു ഡോസ് ടെട്രാസൈക്ലിൻ്റെ ആൻറ്റിബയോട്ടിക്കാണത്. അത് ജസ്റ്റ് ഒരു പ്രിവെൻഷനായിട്ട് ഞാൻ കൊടുക്കുക. കുഴപ്പമൊന്നും ഇല്ലായിരിക്കും, എന്നാലും ലൈറ്റായിട്ടുള്ളൊരു ഡോസ്. രണ്ടാമത്തെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരൊക്കെ ഒന്ന് ബെറ്ററായി. എന്നാലും നടക്കാനൊന്നും മേല, ഇങ്ങനെ ഒരു സൈഡിലോട്ടൊക്കെ പോവുകയാണ്. എന്തെങ്കിലും പറ്റുമോ എന്നറിയത്തില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പം എന്നിട്ടും നടക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷേ വൂണ്ടൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ല കണ്ണൊക്കെ നന്നായിട്ട് ഹീലൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ കാലിനൊന്നും ഒരു ബലമില്ല. ഇച്ചിരി ഒന്ന് തല പൊക്കി തുടങ്ങി. ഇനിയും അതിപ്പോൾ ഇടയ്ക്ക് ഞാൻ മറ്റുള്ള ഹാൻഡ് ഫീഡിങ് ചിക്സിനൊക്കെ ഇടയ്ക്ക് ഒരു പ്ലേ ടൈം കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതിൻ്റെയും കൂടെ ഞാൻ ഇറക്കി വെച്ചായിരുന്നു. അപ്പോൾ നല്ലതായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അവരുടെ കൂടാണ് ഇടുന്നത്. അപ്പം അവർ കുറേയൊക്കെ മിങ്കിളൊക്കെ ചെയ്യുമല്ലോ. തന്നെ സെൽഫ് ഈറ്റിംഗ് കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം വയ്യാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്പൂൺ ഫീഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു ഹാബിറ്റായിപ്പോയി. എനിവേ എനിക്കത് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി. രക്ഷപ്പെടുമായിരിക്കും അല്ലേ. ബാക്കി അപ്ഡേറ്റ് പുറകെ ഇടാം.